കോവയ്ക്ക മീൻകറി ഉണ്ടാക്കാനായി കോവയ്ക്ക അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തക്കാളിപ്പഴം, സബോള അരിഞ്ഞത്, കറിവേപ്പില, പച്ചമുളക്, ഒരു മൺചട്ടി. അത് മീൻചട്ടിയാണെങ്കിൽ ഏറ്റവും നല്ലത്. പുളി വേണം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും, ചട്ടി ചൂടാകാനായിട്ട് താമസമുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കുന്നു. സബോള എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും എല്ലാ ഇൻഗ്രീഡിയൻസും കോവയ്ക്ക, തക്കാളിപ്പഴം, പച്ചമുളക് ചേർക്കുക, ഉപ്പ് ചേർക്കുക. നന്നായി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് മൂടി വെച്ച് ഒന്ന് എണ്ണയ്ക്കകത്ത് വേവിക്കുക. വേവിച്ചതിന് ശേഷം നമ്മുടെ പൊടികളൊക്കെ ചേർക്കാം. ആദ്യം ചേർത്തത് മഞ്ഞൾ, പിന്നെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. തീരെ എരിവില്ലാത്ത മുളക് പൊടിയാണ്. മല്ലിപ്പൊടി 2 സ്പൂണ് ചേർത്തു. നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ആ എണ്ണയ്ക്കകത്ത് കിടന്ന് അരപ്പെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതിന് ശേഷം വേണം നമുക്ക് ഇനി 1 സ്പൂണ് എരിവുള്ള മുളക് പൊടി ചേർത്തരച്ച തേങ്ങ, നന്നായിട്ട് ഫൈനായിട്ട് അരച്ച തേങ്ങയാണ് അത് ചേർത്തേക്കുന്നത്. അരമുറി തേങ്ങയാണ് അരച്ചേക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി വന്ന് മിക്സി കഴുകിയ വെള്ളവും കൂടെ ചേർത്ത്, പോരാത്തതിന് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ അതിന് ചേർക്കണം. തിള വന്നതിന് ശേഷം നമ്മുടെ പുളി ഇട്ട് കൊടുക്കാം. 2 ചെറിയ കഷ്ണം പുളിയാണ്. പുളിയും കൂടെ ഇട്ട് ഒരു കറിവേപ്പില തണ്ട് കൂടെ ഇട്ടു അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. പോരാത്തതിന് ശകലം ഉപ്പും കൂടെ ഒഴിച്ച് എടുത്ത് കഴിയുമ്പം നമ്മുടെ കോവയ്ക്ക മീൻകറി റെഡി. കപ്പ വേവിച്ചതിനും ചോറിനുമെല്ലാം കൂട്ടാം.